പിറ്റേ ദിവസത്തെ പത്രത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വലിയൊരു പടം ഉണ്ടല്ലേ, ആ പടം എടുത്ത് സൂക്ഷിച്ച് വെക്കണമല്ലോ. എന്നിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും പുതിയ പടം എവിടെയെങ്കിലും കാണുമ്പോൾ നോക്കണം. നമുക്ക് കുർബാനയ്ക്ക് വരികയെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ്. ചിലർ പ്രസംഗത്തിൻ്റെ ഇടയിൽ കയറി വരും, ചിലപ്പോൾ അറിയിപ്പ് പറയും ഇറങ്ങിപ്പോകും. ഞായറാഴ്ച കാറ്റഗിസ്റ്റിന് താല്പര്യത്തോടെ വന്നാണ്. അപ്പോൾ ആ സമ്മാനം കണ്ടിട്ട് നമ്മൾ പള്ളിയിൽ വരും. ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ? പ്രാർത്ഥിക്കാനാണ് സമയവും നമുക്കറിയാം, വിളിക്കണത് പ്രാർത്ഥിക്കാനാണെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമ്മളത് കേൾക്കുകയും ചെയ്യും. നമ്മൾ വരില്ല, ആ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകും. ഉറക്കുകുളിയും പ്രാർത്ഥനയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വീട്ടിൽ ലുലു മാളിൽ പോയി ഒരു സിനിമ കാണണോ, ചേന്നമല പള്ളിയിൽ പോയി ഒരു ധ്യാനം കാണണോ, കൂടണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? റോട്ടി കൂടി പോകുമ്പോൾ ഫ്ലെക്സ് ഒക്കെ വെച്ച് കാണുമ്പോൾ 45-55 എന്നെ ഇടയിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ ശവസംസ്കാരത്തിന് പ്രസംഗം എന്നെ ഏൽപ്പിച്ചേക്കുന്നുണ്ട് നേരത്തെ. അത് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അച്ഛനായിട്ട് ജീവിക്കാൻ തുടങ്ങാമെന്നുള്ള അപ്പോഴേക്കാണ് ഈ ലിസ്റ്റ് കൊണ്ടു തരണത്. എന്താണ് നിന്റെ സ്വത്തുവകകൾ ആർക്ക് കൊടുക്കും, എവിടെയാണ് നിന്റെ അന്ത്യവിശ്രമം നിനക്ക് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമ്മളുടെ വിൽപ്പത്രം എഴുതി കൊടുക്കണമെന്നാണ്. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ആര്? ലയോ 14 പാപ്പ. ഈ പാപ്പ ഇങ്ങനെ മട്ടുപ്പാവിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ, ആരാണ് വരുന്നത്? നമുക്ക് പരിചയം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇപ്പോൾ നമുക്ക് വലിയ പരിചയം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഈ ദിവസത്തെ, അതായത് പരിശുദ്ധ പിതാവ് നമുക്ക് ലഭിച്ചതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ പത്രത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വലിയൊരു പടം ഉണ്ടല്ലേ, കൈ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന ഒരു പടം. ആ പടം എടുത്ത് സൂക്ഷിച്ച് വെക്കണോട്ടാണ്. എന്നിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും പുതിയ പടം എവിടെയെങ്കിലും കാണുമ്പോൾ നോക്കണം. ആദ്യം വന്ന് നിന്നപ്പോഴുള്ള പാപ്പായുടെ മുഖത്തിന് ഒരു അഴക്, ഒരു സൗന്ദര്യമുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ ഭയങ്കര ഗ്ലാമറായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ് അല്ലേ? ഫെറാൻ ലവ്ലി ഒന്നും ഇട്ടിട്ടല്ല. കത്തോലിക്ക സഭയിൽ ഓരോ ദിവസവും 5 ലക്ഷം ദൈവാലയങ്ങളിൽ ഈ പരിശുദ്ധ പിതാവിൻ്റെ പേര് പറയപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ലക്ഷം കുർബാനയാണ് പരിശുദ്ധ പിതാവിന് കിട്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കലും നഷ്ടപ്പെടാത്ത സൗന്ദര്യം കിട്ടാനുള്ളൊരു എളുപ്പ വഴിയാണ് കുർബാനയിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കുർബാനയിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. മറ്റുള്ളവരോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ പേര് കുർബാൻ്റെ ഇടക്ക് ഒച്ചപ്പാടുണ്ടാക്കി പറയാനല്ല ഉദ്ദേശിച്ചത്, ഉള്ളി പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ ഒരു 10 ദിവസം നിങ്ങൾ തുടർച്ചയായി ഒരാൾക്ക് വേണ്ടി, ആളോട് പറയണ്ട, ഒരാളുടെ പേര് ഇങ്ങനെ ആളോട് പറയാതെ ആവർത്തിച്ച് ഇങ്ങനെ പറയാം. എന്നിട്ട് ആളെ ഒന്ന് പോയി നോക്കാം. ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, ഇച്ചിരി ഗ്ലാമർ വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഗ്ലാമർ സ്വന്തമാക്കാനുള്ളൊരു എളുപ്പ വഴിയാണ്. ഞാനിത് ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്, എൻ്റെ അടുത്തത് ഒരു അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബെനഡിക്റ്റ് 16 ആദ്യമായി ഈ സിസ്റ്റീൻ ചാപ്പലിൻ്റെ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു പടം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വേറൊരു പുതിയ ചിത്രം എടുത്ത് നോക്കിയപ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം. അപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ് അച്ഛൻ, എടാ, എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത സൗന്ദര്യം സ്വന്തമാക്കാനുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് കുർബാനയുടെ ഇടയിൽ പ്രാർത്ഥിക്കണം. കുർബാനയുടെ ഇടയിൽ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ കുർബാനയ്ക്ക് വരണം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഈ കുർബാനയ്ക്ക് വരുന്നത് വെറുതെ വന്നു പോകരുത്. നമുക്ക് കുർബാനയ്ക്ക് വരിക എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ്. ചിലർ പ്രസംഗത്തിൻ്റെ ഇടയിൽ കയറി വരും, ചിലപ്പോൾ അറിയിപ്പ് പറയും ഇറങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, ആദ്യത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന പ്രാർത്ഥന തുടങ്ങി അവസാനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും ആശീർവാദം വരെ നിൽക്കാൻ പറ്റും. അതും വെറുതെ നിൽക്കലല്ല, ശ്രദ്ധയോടെ നിൽക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഈ ആൾത്താര ബാലന്മാരുണ്ട്, അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ മണിയടിക്കും. അതിന് വേണ്ടിയിട്ടാണ്, ഒരു ഭംഗി കാണാം. എന്തിനാണത്? എന്താണ്? അതായത് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങണമെങ്കിൽ എഴുന്നേക്ക് ചേച്ചി, ഇതേ പരിപാടി, ഇവിടെ പ്രധാനപ്പെട്ടൊരു പരിപാടി നടക്കാം. അതാണ് അവരുടെ ഉത്തരവാദിത്തം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമോ ബലിയർപ്പിക്കാൻ ഈ മണിയടിക്കും. പ്രിയമുള്ളവരെ, പല വിചാരം ഉണ്ടാവും. ഇപ്പം തന്നെ ചിലരൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ. ചിലപ്പോൾ യൂറോപ്പിൽ പോയിട്ടുണ്ടാവും, അമേരിക്കയിൽ ട്രംപിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കണ്ടാവും. പ്രിയമുള്ളവരെ, പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉണ്ടാ. ഇപ്പം തന്നെ ഉണ്ടാ, എന്നെ കാണുന്നുണ്ട് ചിലരൊക്കെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ.
ചില നോട്ടം കണ്ടാൽ അറിയാം, അവർ എങ്ങനെയോ നോക്കി ഇങ്ങനെ നിൽക്കാം. അമ്മത്രേസ്യനെ അറിയാം, അമ്മത്രേസ്യ, ഹാബിലായിൽ അമ്മത്രേസ്യ. അമ്മത്രേസ്യ പ്രാർത്ഥനയുടെ ഒരു വലിയ വിശുദ്ധ. പ്രാർത്ഥനയുടെ വലിയ വിശുദ്ധ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആശ്വാസ വാക്കിങ്ങനെയാണ്: പല വിചാരം കൂടാതെ എനിക്കും പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. ഡോക്ടർ ഓഫ് ദി ചർച്ചാണ് അമ്മത്രേസ്യ. അമ്മത്രേസ്യക്ക് പല വിചാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ അതിൻ്റെ കൂടെ അമ്മത്രേസ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഞാൻ ഈ ഗോതിരിത്തുകാരനായതുകൊണ്ട് കടുത്തുവഞ്ചി അല്ല, ഇവിടെ ഉള്ളവർക്ക് കടുത്തുവഞ്ചി അറിയാൻ പറ്റും. നല്ല മഴ വന്ന് നല്ല ഒഴുക്കുള്ളപ്പോൾ ഈ കടുത്തുകാരൻ കടുത്തുവഞ്ചി കൊണ്ടുപോകുന്നത് ഇങ്ങനെ റാ പോലെ ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ. കാരണം വട്ടം വെച്ച് എന്ത് സംഭവിക്കും? മറിഞ്ഞു പോകും. അപ്പോൾ ഈ അമ്മത്രേസ്യ പ്രാർത്ഥനയെ പറ്റി പറയുന്നത്, പല വിചാരം മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ ഇതുപോലെ കടുത്തുവഞ്ചി മറിഞ്ഞു വീണ പോലെ മറിഞ്ഞു വീഴും, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോ ഈ കടുത്തുവഞ്ചി ഈ ഒഴുക്കിന് എതിരെ നിൽക്കാതെ ഒഴുക്കിനോട് ഇങ്ങനെ ചേർന്ന് കുറെ ഇങ്ങനെ പോയി മറുകര എത്തുന്നത് പോലെ പല വിചാരം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പല വിചാരത്തിലെ ഒരു വിചാരം ദൈവവിചാരമായിരിക്കും. പല വിചാരങ്ങൾ വന്നോട്ടെ, ഞാൻ പുറത്തേക്ക് പോകണത് ചിന്തിച്ചോട്ടെ, വീട്ടിൽ ഭക്ഷണം, അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചോ, പക്ഷെ അതിൽ ഒരു വിചാരം ദൈവവിചാരമായിരിക്കണം എന്നാണ്. അങ്ങനെ ഒരു ദൈവവിചാരമാക്കിയാൽ നമുക്ക് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് അമ്മത്രേസ്യ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം. പലപ്പോഴും ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ ചിന്തകളിങ്ങനെ പലതൊക്കെ കയറി. നിങ്ങൾ വിചാരിക്കുക ഞങ്ങൾക്ക് പല വിചാരമൊന്നുമില്ല, നമുക്ക് പല വിചാരങ്ങൾ പലതും വരും. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? പല വിചാരത്തിലെ ഒരു വിചാരം ഈശോയെ നീയായി മാറണമേ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ശരിക്കും യഥാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥന. അതുകൊണ്ട് നമുക്കും പല വിചാരങ്ങൾ വന്നേക്കാം. പല വിചാരങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയല്ലാതായി മാറുന്നില്ല. പല വിചാരത്തെ പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പല വിചാരത്തിലെ ഒരു വിചാരം ദൈവവിചാരമാക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും. ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ടും തമ്മിൽ? പ്രിയമുള്ളവരെ, ഈ ദൈവാലയത്തെ ദൈവാലയമാക്കുന്നത് എന്താ? സക്രാരിയുടെ ഉള്ളിലുള്ള ഈശോയാണ്. അപ്പൊ ഈ സക്രാരിയുടെ ഉള്ളില് ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, അന്ത്യത്താഴ സമയത്ത് ഒരുത്തൻ ഈശോയുടെ വക്ഷസിലേക്ക് ഇങ്ങനെ ചാരിക്കിടന്നു എന്നാണ് പറയുന്നത്. വക്ഷസിലേക്ക് ചാരിക്കിടന്നു എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മാറോട് ഇങ്ങനെ ചേർന്ന് കിടന്നു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ മാറോട് ഇങ്ങനെ ചേർന്ന് കിടന്നപ്പോൾ അവനൊരു വല്ലാത്തൊരു സന്തോഷമായി. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഈ ദൈവാലയത്തിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുക, ബലിപീഠത്തിൽ മുമ്പിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബലിയർപ്പണത്തിൻ്റെ ഇടയിൽ നമ്മളായിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട്. അല്ലാത്ത സമയത്ത് ബലിയർപ്പണം നടക്കുന്നില്ലെന്ന് വിചാരിക്കും. ബലിയർപ്പണം നടക്കാത്ത സമയത്ത് ഈ ദൈവാലയത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക. വീട്ടിലിരിക്കുമ്പോൾ വെറുതെ തറയിലിരിക്കും. പക്ഷേ ദൈവാലയത്തിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സക്രാരിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മടിയിലായിരിക്കും. കർത്താവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം, എന്ത് സുഖമായിരിക്കും കർത്താവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കാൻ. കർത്താവിൻ്റെ മടിയിൽ കയറി നമുക്ക് എന്തോരം ഭാവനകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. പലയിടത്തും പോകുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതും നമ്മൾ ഭാവനയിൽ കാണാറുണ്ടെങ്കിൽ ഇത് ഇനി മുതൽ കാണാവുന്ന നല്ലൊരു ഭാവനയാണ്. ഈശോ ഇങ്ങനെ ഇരിക്കുന്നു, ഈശോനോട് പറയുന്നു, മോളെ വാ, ഇന്ന് എൻ്റെ മടിയിൽ കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ ഈശോയുടെ മടിയിൽ ഇങ്ങനെ ഈശോയോട് ചേർന്ന് നമ്മൾ വീട്ടിൽ അപ്പനെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കില്ല, അമ്മനെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് പോലെ ഈശോയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈശോയുടെ മുറിവ് എവിടെ ഉണ്ട്, അപ്പോൾ മുറിവിലൊക്കെ അധികം, അപ്പോൾ ഈശോ പറയുന്നത് പതുക്കെ പിടിക്കണം, എനിക്ക് വേദന എടുക്കും. അല്ല, ഈശോ നമ്മളോട് പറയണേ പതുക്കെ പിടിക്കണോട്ടെ, എനിക്ക് വേദന എടുക്കും, മുറിവുള്ളതാണ്, സ്റ്റിച്ച് ഒന്നും ഇട്ടിട്ടില്ല, അല്ലെ സ്റ്റിച്ച് ഇടാത്ത മുറിവാണ് ഈശോയ്ക്ക്, കണ്ട സ്റ്റിച്ച് ഇട്ടിട്ടില്ല. അതുകൊണ്ട് അത് സ്റ്റിച്ച് ഇടാത്ത എന്താണ്, അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടേയിരിക്കണം. വീട്ടിലുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ മുറിവിലും സ്റ്റിച്ച് ഇടാത്ത മുറിവുകളാണ്, അല്ലേ. മരണത്തെ തോൽപ്പിക്കാൻ കെൽപ്പുള്ളവന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ഈ 5 മുറിപ്പാട് വേണമെങ്കിൽ മാച്ചു കളയാരും, അല്ലേ. മാച്ചു കളഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നിന്നെ സ്നേഹിച്ചത് കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ചിട്ടാണ്. അതുകൊണ്ട് നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും ഇതുപോലെ വേദന ഉണ്ടാകും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട, വേദനയില്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന, വേദനയില്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന ഈശോയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്.
അതുകൊണ്ട് ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ ഈശോയുടെ മടിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നൊരു ഫീൽ. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ ഞാൻ ചോദിച്ചല്ലോ, ഞാൻ ആരാണ് അല്ലെ? നമ്മൾ ഓരോരുത്തരും ആരാണ്? ഞാൻ പൗരോഹിത്യ സ്വീകരണത്തിന് ഒരുക്കമായിട്ട് ധ്യാനിക്കാൻ പോയത്. ഞങ്ങൾ 26 ഡീക്കമാണ്. ധ്യാനിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളെ ധ്യാനിപ്പിക്കുന്നത് കപ്പുച്ചിൻ സഭയിലെ അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന ക്രിസ്ത്യച്ചനാണ്. ക്രിസ്ത്യച്ചൻ ഞങ്ങളിങ്ങനെ മുമ്പിൽ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ക്രിസ്ത്യച്ചൻ വേഗം തന്നെ വന്ന് ഇതുപോലെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു. എല്ലാവരോടും പറഞ്ഞു എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. കരങ്ങൾ കൂപ്പാൻ പറഞ്ഞു. കരങ്ങൾ കൂപ്പി ക്രിസ്ത്യച്ചൻ അന്ന് നടത്തിയ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ പച്ച പിടിച്ച് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കർത്താവേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ 26 ഡീക്കന്മാർക്കും ഈ ധ്യാനത്തിലൂടെ മാറ്റമൊന്നും സംഭവിച്ചേക്കല്ലേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ. ഇരിക്കാൻ പറഞ്ഞു. നമ്മളിരിക്കും. നമ്മളെന്തിനാ ധ്യാനത്തിന് വന്നെ? എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അത് പ്രതീക്ഷിച്ചിട്ടാണ് ധ്യാനത്തിന് വന്നേക്കാം. ഞങ്ങൾക്കാണെങ്കിൽ വളരെ പ്രതീക്ഷയിലൂടെയാണ്. കാരണം ഞങ്ങൾ 2 മാസം 1 മാസത്തിനുള്ളിലൊക്കെ പലരും വൈദികരാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ വൈദിക ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരുക്കമായിട്ടുള്ള ധ്യാനം, ആ ധ്യാനത്തിലാണ് ക്രിസ്ത്യച്ചൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത്. ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നില്ല. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. ക്രിസ്ത്യച്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, കാരണം എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു വിശദീകരണം നൽകി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും മാറരുത്. കാരണം നിങ്ങൾ കർത്താവിൻ്റെ ഛായയിലും പിന്നെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ മുഖഛായ അതാരുടേന്ന്? കർത്താവിൻ്റെ അല്ലേ? ചിലപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ സങ്കടം തോന്നും, ദൈവമേ ഇത്രക്ക് മോശമാണോ എൻ്റെ കർത്താവിൻ്റെ മുഖം അല്ലേ? ചില സ്വഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ദൈവമേ ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം അല്ല, അങ്ങനെ ചിലപ്പോൾ തോന്നിപ്പോകും. നമ്മൾ ശരിക്കും കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷേ അതേ ഛായ സാദൃശ്യം ഇപ്പോഴും നമുക്കുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്ത്യച്ചൻ പറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകരുത്. സത്താപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണ്ടെന്നാണ്. പിന്നെ മാറ്റം വേണം. എങ്ങനെ? നമ്മൾ ഒന്ന് തിരിച്ചു വരണമെന്നാണ്. നമ്മൾ തിരിച്ചു വരണം. എവിടേക്ക്? അല്ലേ? റെവലേഷൻ, അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എങ്കിലും എനിക്ക് നിനക്കെതിരെ ഒരു പരാതിയുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പില്ല അല്ലേ? നമുക്ക് ഇടക്കിടക്കാൻ തോന്നാമല്ലോ വീട്ടിൽ. അമ്മച്ചി എന്നെ ഇപ്പം ആദ്യം സ്നേഹിക്കണോ അല്ലെ സ്നേഹിക്കണില്ല കേട്ടോ. അമ്മച്ചിക്കാരിയം വന്നപ്പോൾ ഇപ്പം അവനോടാണ് അല്ലേ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ തോന്നല്ലോ. അങ്ങനെ ഒരു ചിന്ത വരും നമുക്ക്. ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തമ്പുരാൻ നമ്മളോട് ഇത് തന്നെ പറയുന്നുണ്ട്. എടാ, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം എനിക്കില്ല കേട്ടാ. അത് കറക്റ്റാണ്. നമ്മൾ അങ്ങനെ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ നമ്മളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും തമ്പുരാൻ ഇങ്ങനെ മനസ്സുമടുത്ത് നിൽക്കുമ്പോൾ നിന്നെ കൊണ്ട് അതൊന്ന് പറയിപ്പിക്കണേ. നിന്റെ അമ്മയോട്, അല്ലെങ്കിൽ നിന്റെ അമ്മക്ക്, നിന്റെ അപ്പന് നിന്നോട് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ല എന്നൊരു തോന്നല് നിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തമ്പുരാൻ 10,000 തവണ അത് നിന്നോട് ആവർത്തിച്ചിട്ടുണ്ട്. നിനക്കത് കേൾക്കാൻ പറ്റിയിട്ട്. അപ്പോൾ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് കർത്താവ് ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ്, ഇവന് എൻ്റെ അനുഭവം തന്നെ കൊടുക്കണം, എന്നിട്ട് ഇവനെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ നീ ആരോടെങ്കിലും ഇത് പറയുമ്പോൾ കർത്താവ് പലതവണ ഇത് നിന്നോട് ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് തിരിച്ചു വരണമെന്നാണ്, നീ തിരിച്ചു വരേണ്ടവനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ ആയിരിക്കേണ്ടവൻ അല്ല, ഞാൻ എവിടെ ആയിരിക്കേണ്ടവനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അമ്മ, നമുക്കെല്ലാവർക്കും അമ്മച്ചിമാരുണ്ട്. നമ്മളെ ആദ്യം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചത് ആരാണ്? അമ്മച്ചിയാണ്. അമ്മച്ചി പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഓടി വരുമോ? ഓടി വരുമോ? എവിടെ? നുണ പറയണത്. പ്രാർത്ഥിക്കാനാണ് സമയമെന്ന് നമുക്കറിയാം. വിളിക്കണത് പ്രാർത്ഥിക്കാനാണെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമ്മളത് കേൾക്കുകയും ചെയ്യും. നമ്മൾ വരൂല. ആ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകും. ഭയങ്കര താല്പര്യത്തോട് പഠിക്കും. അതിക്ക് മുമ്പ് വരെ ഒരു താല്പര്യം ഉണ്ടാകും. അതിക്ക് മുമ്പ് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ഉറങ്ങൂല. എടാ പ്രാർത്ഥിക്കാൻ വരാം, അപ്പം തന്നെ ഉറക്കം വരും. ഉറക്കുകുളിയും പ്രാർത്ഥനയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളത്, ഇപ്പോൾ 2 മക്കളുണ്ടെന്ന് വിചാരിച്ചു. അതിനകത്ത് ഇളയവൻ വളരെ ചെറുതാണ്. ആ ഇളയവനാ മൂത്തവനോട് പറയടാ കുറച്ച് ചെറുത് നോക്കിയടാ, അവൻ നോക്കൂല. പക്ഷെ പ്രാർത്ഥന വേണ്ട സമയത്ത് എന്തൊരു നോട്ടമായിരിക്കും.
ആ കൊച്ചിനെ കളിപ്പിക്കണ്, ആ കൊച്ചിനെ ഉമ്മ കൊടുക്കണ്, അത് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ടെന്നുള്ള അല്ലേ. പഠിക്കാൻ പ്രചോദനം കിട്ടും, കുട്ടികളെ നോക്കാനുള്ളൊരു താല്പര്യം. പിന്നെ എവിടെയെങ്കിലും കടയിലൊക്കെ പോകാനാണെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്താണ് നമുക്ക് വളരെ സന്തോഷമായിരിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് അത് പോകാനായിട്ട് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കും അത് വളരെ മോശമാണ്. ഇല്ല, അത് പ്രാർത്ഥനയുടെ ഒരു കഴിവാണ് അല്ലേ. എന്നെ അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ ഓടി വരുന്ന ശീലമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നുണയാണെന്ന് എനിക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ട്. ശരിക്കും നിങ്ങളോട് ഇപ്പോൾ വന്നിരിക്കണത് നിങ്ങൾക്ക് താല്പര്യത്തിൽ വന്നിരിക്കണതാണ്. എവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കണേ. നമുക്കിപ്പോൾ ഇപ്പം നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ട് ലുലു മാളിൽ പോയി ഒരു സിനിമ കാണണോ, ചേന്നമംഗലം പള്ളിയിൽ പോയി ഒരു ധ്യാനം കാണണോ, കൂടണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? സത്യം പറ. എനിക്ക് ലുലു മാളിൽ പോയി ഒരു സിനിമ ഉണ്ടായ ഇപ്പം നമ്മൾ താല്പര്യത്തിൽ വന്നേക്കണല്ല. പിന്നെ എന്താണ് പ്രാർത്ഥിച്ചേക്കാം, ഇനിയിപ്പം മരിച്ചെങ്ങാനും പോയാൽ സ്വർഗം ഇല്ലെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. പിന്നെ എങ്ങാനും ഉണ്ടായാലോ അല്ലേ. എൻ്റെ അടുത്തൊരു ഈ അടുത്ത ദിവസങ്ങളിൽ ചോദിച്ചാണ് ഒരു 4ലോ 5ലോ പഠിക്കുന്നവൻ, അച്ഛൻ മരിച്ചിട്ടേ നമ്മളിപ്പോൾ അവിടെ ചെല്ലണ്ണി അടിച്ചു. ഞാൻ പറഞ്ഞു എവിടെ? അല്ല അച്ഛാ ഈ സ്വർഗത്തിൻ്റെ മുമ്പിലേ. അപ്പോൾ പത്രോസ് പറയാണ്, എടാ നിന്നെ പറ്റിച്ചതാടെ, സ്വർഗമില്ല, നീ വെറുതെ ചീത്ത മര്യാദക്ക് ലോകത്ത് മര്യാദക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞ് എന്ത് ചോദിച്ചാന്ന് ചോദിച്ചു. എന്ത് ചെയ്യും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ? ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ പോയിട്ടാണെങ്കിൽ വന്നിട്ടുമില്ല, നമുക്കൊട്ട് പോകാൻ പറ്റിയിട്ടുമില്ല. അവിടെ ചെല്ലുമ്പോൾ ഇത് ഉണ്ടാവോ ആവും? പ്രിയമുള്ളവരെ, ഒന്ന് പരിശോധിക്കണം നല്ലതാണ് അല്ലേ. ദൈവമേ, നമ്മളിങ്ങനെ ജീവിക്കണത് അല്ലേ, നമ്മളിങ്ങനെ ജീവിക്കണത് പള്ളിയിലൊക്കെ വന്നത് എന്താണ്? പള്ളിയിൽ വരാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ എങ്ങാനും സ്വർഗം ഉണ്ടായാൽ. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ താല്പര്യത്തോടുകൂടെ ചെയ്യുന്നതല്ല ഇതൊന്നും. രാവിലെ എഴുന്നേറ്റ് കുരിശ് വരക്കണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പരീക്ഷ വരണേ, അതിനകത്ത് മാർക്ക് കിട്ടൂലോട്ടാ. രാത്രി ഉറങ്ങണേക്കുമ്പോൾ നെറ്റിയിൽ കുരിശ് വെക്കണോട്ടോ. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ മറ്റേ സ്വപ്നത്തിന് മറ്റവൻ വരും. ആര്? അല്ലേ, സ്വപ്നത്തിന് മറ്റവൻ വന്ന് ഓടിച്ചിടുമ്പോൾ നമുക്ക് ഓടാനും പറ്റില്ല. അങ്ങനെയില്ലേ നിങ്ങൾക്ക്? ഈ സ്വപ്നത്തിന് മാത്രം ആരെങ്കിലും നമ്മൾ ഓടിച്ചിടും, എന്തോരം ഓടിയാലും എത്തേമില്ല. അവസാനം അവിടെ തട്ടി അടിച്ച് താഴെയും വീഴും. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. ഉറക്കവും പോയി, പിന്നോട്ട് ഉറങ്ങാനും പറ്റില്ല. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കണതൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമുക്ക് താല്പര്യം ഉണ്ടാക്കണം അല്ലേ. ഈ ശരീരത്തിന് കിട്ടുന്നത് സുഖം, ആത്മാവിന് കിട്ടുന്നത് സന്തോഷം. ഇപ്പം നല്ല രസമുള്ള ഒരു ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുക, അതിങ്ങനെ നമുക്ക് കഴിക്കും. അപ്പം എന്താണ്? അത് ശരീരത്തിന് സുഖമാണ് കേട്ടോ. പ്രിയമുള്ളവരെ, ഞാനിപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ആത്മാവുണ്ടാവും, ഉണ്ടെന്നാണ് വിചാരം. പക്ഷേ ശരീരത്തിന് ആത്മാവാണോ അല്ലെങ്കിൽ ആത്മാവിന് ശരീരമാണോ ഉള്ളത്? രണ്ടും ഒന്നല്ലേ എന്ന് ചോദിക്കാം അല്ലേ. ശരീരത്തിന് ആത്മാവാണോ ഉള്ളത്? ഇതിൽ ഏതാണ് ശരി എന്ന് രണ്ട് ഓപ്ഷൻ ഇവിടെ ഇട്ടേക്കാണ്. എൻ്റെ ശരീരത്തിന് ഒരു ആത്മാവുണ്ട്, എൻ്റെ ആത്മാവിന് ഒരു ശരീരമുണ്ട്. ആത്മാവിന്, അപ്പൊ ശരീരത്തിന് ആത്മാവില്ല. പ്രിയമുള്ളവരെ, ഞാൻ നമ്മളെ വാക്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഈ ആത്മാവിന് തൽക്കാലത്തേക്ക് ഒരു ശരീരവും. തൽക്കാലത്തേക്ക് എന്ന് വെച്ചാൽ ചിലപ്പോൾ 100 വർഷം, അതിപ്പോ മാക്സിമം അല്ലേ. റോട്ടി കൂടി പോകുമ്പോൾ ഫ്ലെക്സ് ഒക്കെ വെച്ചേക്കണ 45 55 ഇതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഷിജോച്ചനോട് പറഞ്ഞു, ഷിജോച്ച 45 ആയൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ചൊക്കെ നടക്കുക. കാര്യം ശരി, എനിക്കും 45 ആയിട്ടുണ്ട്. പക്ഷേ പുള്ളിയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തട്ടിപ്പോണത് ഷിജോച്ചനായിരിക്കുന്നു. കാരണം അച്ഛൻ്റെ ശവസംസ്കാരത്തിന് പ്രസംഗം എന്നെ ഏൽപ്പിച്ചേക്കുന്നുണ്ട് നേരത്തെ. അത് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ അങ്ങനെയൊക്കെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പം ഞാനാണ് ആദ്യം തട്ടിപ്പോണെങ്കിൽ അത് അച്ഛൻ പറയും, അങ്ങനെയൊക്കെ തീരുമാനം. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മരണത്തെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പോൾ ഒരു അച്ഛനും മരണത്തെ പറ്റി സംസാരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനല്ല. ആകെ ഒരു ഉറപ്പുള്ള കാര്യം എന്താണ്? അത് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല.
പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞങ്ങള് അച്ഛന്മാരോട് ചോദിച്ചാൽ മതി. അച്ഛനായതിനു ശേഷം അച്ഛനായതിനു ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ധ്യാനം ഉണ്ടാവും. വാർഷിക ധ്യാനത്തിന് ഞങ്ങൾ വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചൊരുങ്ങി ധ്യാനത്തിന് കയറുന്നു. ധ്യാനത്തിന് കയറിയിട്ട് ഇനിയിപ്പോൾ ആദ്യം കൊച്ചച്ഛനായിട്ടായിരിക്കും, അങ്ങനെ ഇനി വികാരിയച്ഛനാവും. അപ്പോൾ ഒരു 10-15 വർഷത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ധ്യാനഗുരുവിനെയും കാത്തിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രൂപതയുടെ ഇപ്പോഴത്തെ ചാൻസലർ ഷാബുച്ചനാണ്. ഞങ്ങളന്ന് അച്ഛനാകുമ്പോൾ ഫ്രാൻസിസ്കോ അച്ഛനായിരുന്നു. അച്ഛൻ കൊണ്ടുപോയൊരു പേപ്പർ തരും. അച്ഛനായിട്ടുള്ളട്ടാ ഫസ്റ്റ് ധ്യാനോ. അപ്പം നമ്മൾ വിചാരിക്കുമോ വേറെ. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കണം എന്താണെന്നറിയാമോ? മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എവിടെ കുഴിച്ചിടണം അത് നേരത്തെ പറയണം. നമ്മൾ അച്ഛനായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോഴേക്കാണ് ഈ ലിസ്റ്റ് കൊണ്ട് എഴുതി തരണത്. എന്താണ്? അതെല്ലാവർക്കും ഉള്ളതാണ്. ഏതച്ഛന്മാരോട് നിങ്ങൾ ചോദിക്കും. അപ്പൊ അതിനകത്ത് എഴുതണം, നിന്റെ സ്വത്ത് വകകൾ ആർക്ക് കൊടുക്കും, നീ എവിടെയാണ് നിന്റെ അന്ത്യവിശ്രമം നിനക്ക് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് നമ്മളുടെ വിൽപ്പത്രം എഴുതി കൊടുക്കണമെന്നാണ്. അപ്പൊ ആദ്യത്തെ വാർഷിക ധ്യാനത്തിൽ ഇത് കൊണ്ടുപോയി തന്നപ്പോ ഞങ്ങളെ അത് പറയാതെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നീ ഏതു സമയത്തും മരിക്കും. ഇപ്പം മരിക്കേണ്ടി വിചാരിച്ചു, വെറുതെ വിചാരിക്കല്ല, കുഴപ്പമില്ലല്ലോ. സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത ഉണ്ടാ. ഇപ്പം മരിക്കും. അച്ഛാ ഇത്തിരി നേരത്തെ പറഞ്ഞു വെച്ചെങ്കിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റിൽ വേണമെങ്കിൽ സ്വർഗത്തിൽ പോവാം. നേരത്തെ കിട്ടേമില്ല ഈ കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പം മരിച്ചാലും ഞാൻ സ്വർഗത്തിൽ പോകും എന്ന ഒരുക്കത്തോടു കൂടെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? എപ്പം മരിച്ചാലും ഞാൻ എവിടെ പോവും? സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് ശരിക്കും എൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ടത് സ്വർഗം ലക്ഷ്യമാക്കിയിട്ടാണെന്നാണ് പറയുന്നത്. കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, നമുക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും പറഞ്ഞപ്പോൾ സന്തോഷമൊന്നും ഇല്ലാത്ത കാര്യം പ്രാർത്ഥിക്കാം. ഞായറാഴ്ച കാറ്റഗിസ്റ്റിന് താല്പര്യത്തോടുകൂടി വന്നാണ് ഇല്ല. അച്ഛമ്മ കോറും എല്ലാ ദിവസവും പള്ളിയിൽ സമ്മാനം കൊടുക്കും ഇല്ലേ? ഉണ്ടാ അച്ഛന് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയെങ്കിലും ഒന്ന് പള്ളിയിൽ വരട്ടെ. അപ്പൊ ആ സമ്മാനം കണ്ടിട്ട് നമ്മൾ പള്ളിയിൽ വരും. ഞാൻ അച്ഛനായിട്ട് ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. വളരെ വലിയ സമ്മാനമായ ഈശോയുടെ സമ്മാനം, ആ ഈശോയുടെ സമ്മാനം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഈശോ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന ബോധ്യത്തിൽ ഞാൻ ജീവിക്കണം. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചു, ഞാൻ ആരാണ്? ഞാൻ ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുന്നു.